ബഹുമാനരെ, പരസ്യ സമാജത്തിൻ്റെ ധാരാളം പരിപാടികൾ നടത്തപ്പെടാറുണ്ടെങ്കിലും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. കാരണം രാജ്യത്തെ ആദരണീയരായ വ്യക്തികളെ വിളിച്ച് വരുത്തി അവരെ ഭാരത് സേവക് ഓണർ നൽകി, ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കാൻ കഴിയുന്ന അപൂർവമായ ഒരു ചടങ്ങ് രാജ്യത്തൊട്ടാകെ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നത് BSSൻ്റെ ഒരു വളരെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം വളരെ ഗൗരവപൂർവ്വം പറഞ്ഞൊരു കാര്യമുണ്ട്. നാം ലോകത്ത് ഒരു ഉന്നത സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ എന്നുള്ളതല്ല, ആ നിലയിലേക്ക് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും വളരെ ഉന്നതിയിലേക്ക് ഭാരതം മുന്നേറുമ്പോൾ ഓരോ ഭാരതീയനും അതിലേറെ സന്തോഷിക്കുകയുണ്ടായി. നാം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മുന്നോട്ട് പോകുമ്പോൾ ഇതെങ്ങനെയാണ് ഭാരതം ഈ വിധത്തിൽ മുന്നോട്ട് പോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ കേവലം ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമോ മാത്രമല്ല ഭാരതത്തെ ഈ നിലയിലേക്ക് മാറ്റിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ദേശീയ നേതാവായ ദാദാഭായ് നവറോജി ബ്രിട്ടീഷുകാർക്കെതിരെ ഉന്നയിച്ച ഒരു പ്രധാന ആരോപണമുണ്ട്, ഡ്രെയിൻ തിയറി. സമ്പത്ത് ഊറ്റുക എന്ന് പറയുന്നു. ഇവിടെ നിന്ന് സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോകുന്ന ബ്രിട്ടീഷുകാരുടെ നടപടിക്കെതിരെ അവരുടെ മുഖത്ത് നോക്കി അവിടെ ചെന്ന് പ്രതികരിച്ച ആളാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ദാദാഭായ് നവറോജി. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്, നമ്മുടെ ഭൗതികമായ എല്ലാ ശക്തിയും ചോർന്നു പോയപ്പോൾ അവിടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുവാനുള്ള വഴിയൊരുങ്ങി. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടപ്പോൾ നമ്മൾ ലോകത്ത് ഒരു പ്രമുഖ ശക്തിയായി മാറിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പ്രമുഖ ശക്തിയാക്കി മാറ്റിയത് ഭാരതീയരായ ജനങ്ങളാണ്. അത് കർഷകരായാലും അധ്യാപകരായാലും തൊഴിലാളികളായാലും സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിലുള്ള കലാകാരന്മാരായാലും കായിക താരങ്ങളായാലും എല്ലാ രംഗങ്ങളിലും പെട്ട ആളുകളുടെ അത്യധ്വാനമാണ് ഭാരതത്തെ ഈ വിധം മാറ്റിയെടുത്തത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും, അധ്യാപകരൊക്കെ തന്നെ ദേശീയ നേതാക്കളാണ്, നേഷൻ ബിൽഡേഴ്സാണ്. നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ ഓരോ അധ്യാപകനും ഒരു നേഷൻ ബിൽഡറാണ്. ദീർഘകാലം നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്. അതുപോലെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായപ്പോൾ ഭാരതം ലോകത്തിന് മുന്നിൽ ഒരു ശക്തിയായി മാറി. നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഭാരതത്തിൻ്റെ ശക്തി എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. അദ്ദേഹം വളരെ ആവേശപൂർവ്വം പറയുമായിരുന്നു. അന്നത്തെ വിദ്യാർത്ഥികളായ അന്ന് ജനിച്ച ചില ആളുകളൊക്കെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭാരത് സേവകരായി വന്നു നിന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ വികസന ഏജൻസികളിലൊന്നായ ഭാരത് സേവ സമാജത്തിൻ്റെ ഈ ദേശീയ ഉപഹാരം ഏറ്റുവാങ്ങുന്നത്. ദേശീയ ഉപഹാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കുമ്പോൾ ഭാരത് സേവ സമാജമാണ് ബഹുമാനിതമാകുന്നത്. കാരണം ഇവിടെ എത്ര പ്രമുഖ വ്യക്തികളാണ് ഇരിക്കുന്നത്. ഇവിടെ ഡോക്ടർ വിജയരാഘവൻ, ഡോക്ടർ KP സുധീര, ഇവരൊക്കെ നിരവധിയായ ആളുകൾ, ഞാൻ പേരെടുത്ത് എല്ലാവരുടെയും പേര് പറയുന്നില്ല, അപൂർവമായ നിലയിൽ സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്ത ആളുകളാണ്. സുധീർ 101 പുസ്തകങ്ങളാണ് എഴുതിയത്. ഡോക്ടർ വിജയരാഘവൻ ദൃശ്യമേഖലയിൽ, ശ്രാവ്യമേഖലയിൽ
ഒരു പുതിയ ചരിത്രം എഴുതി ചേർത്താലാണ് ഭാരതത്തിൽ ഒരു പുതിയ ചരിത്രം. അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് അവരോടൊപ്പം ഇരിക്കുവാനും അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുവാനും കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നാം ഈ അവസരത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരത് സേവക് ഉപഹാരം നൽകുന്ന ഏറ്റുവാങ്ങുന്ന ഓരോ വ്യക്തികളുടെയും ജീവചരിത്രം അവർ തന്നെ എഴുതി തന്നാൽ അത് ഭാരത് സേവ സമാജത്തെ അനുബന്ധ സ്ഥാപനമായ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാണ്. സുനിലിയെപ്പോലുള്ള ആളുകളുടെ ചരിത്രം പഠിക്കപ്പെടേണ്ടതാണ്. എല്ലാവരുടെയും അവരവരുടെ ജീവചരിത്രം അവരവർ എഴുതി തന്നാൽ 100 പേരിൽ കഴിയാത്ത നിലയിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഡമ്മി ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ എഴുതി തന്നാൽ എഴുതി DTP എടുത്തു തരണം, തെറ്റില്ല പ്രൂഫ് നോക്കി തരണം, എങ്കിൽ മാത്രമേ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. കാരണം ഇവിടെ പ്രൂഫ് നോക്കുവാനും DTP എടുക്കുവാനുള്ള സൗകര്യം കുറവാണ്. സദ്ഭാവന ട്രസ്റ്റിൽ വേറെ ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ സദ്ഭാവന ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭാരത് സേവ സമാജത്തെ അനുബന്ധ സ്ഥാപനമാണ്. ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ജീവചരിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഭാരത് സേവകളായി രാജ്യത്ത് ആദരിക്കപ്പെടുന്ന വ്യക്തികൾ ആരാണ് എന്ന് കാലത്തിന് മുന്നിൽ അറിയുവാൻ കഴിയണം. നമ്മുടെ ഒഞ്ചിയത്തെ പ്രൊഫസറും അതുപോലെ കർഷകനും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ എത്ര പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവരെയൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ അറിവ്, അവരുടെയൊക്കെ ചരിത്രം, അവരുടെയൊക്കെ പശ്ചാത്തലം, ജീവചരിത്രം പുസ്തകമായി പുറത്തു കൊണ്ടുവന്നാൽ അത് വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ജീവചരിത്രങ്ങൾ അവരവർ എഴുതി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താ ആരും കൈയടിക്കാത്ത? എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? എഴുതണം. എഴുതി തുടങ്ങിയാൽ എഴുതാൻ പറ്റും. സംസാരിക്കുമല്ലോ, സംസാരിക്കുന്നതും എഴുതാൻ പറ്റും. സംസാര ഭാഷയെ തന്നെ എഴുതാൻ പറ്റും. എഴുതാൻ തുടങ്ങിയാൽ എഴുതാൻ കഴിയുമെന്നത് KP സുധീരെപ്പോലുള്ള ആളുകൾ വ്യക്തമാക്കി തരും. കാരണം ആർക്കും എഴുതാൻ പറ്റും. സംസാരിക്കുന്നത് പോലെയാണ് എഴുതുന്നതെന്നും പലരും പറയാറുണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന്. സംസാരിക്കാൻ പറ്റുമെന്ന്. സംസാരിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണ് എഴുതുന്നത്. സംസാരിക്കാൻ ഭാഷ വരുമല്ലോ, ഇല്ലേ? സംസാരിക്കാൻ ഭാഷ വരും. അപ്പോൾ അതുപോലെ നമുക്ക് എഴുതാനും പറ്റും, എഴുതാൻ കഴിയും. അങ്ങനെ എല്ലാവരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാണ് എന്ന കാര്യം നാം അറിയിക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മഹാന്മാരായ വ്യക്തികളാണ്, ബൃഹത്തുക്കളായ വ്യക്തികളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരോട് അഭ്യർത്ഥനയുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയ കടുത്ത രോഗമെന്ന് പറയുന്ന ഡയാലിസിസ്, കിഡ്നി രോഗമാണ്. പ്രമേഹത്തോടൊപ്പം കിഡ്നി രോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് കേന്ദ്രങ്ങൾ ആരംഭിക്കണം എല്ലായിടത്തും. അപ്പോൾ ഡയാലിസിസ് ചെറുക്കുവാൻ എന്താണ് മാർഗം? ഡയാലിസിസ് വരാതിരിക്കുവാൻ മുൻകൂട്ടി നാം ചില ശീലങ്ങൾ വെച്ച് പുലർത്തണം എന്നുള്ളതാണ്. ഡയാലിസിസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതല്ല രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്. ഡയാലിസിസ് ഇല്ലാത്ത രാജ്യമായി മാറേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം. അതിന് നമുക്ക് എന്താ വേണ്ടത്? കിഡ്നി രോഗം പ്രധാനമായിട്ട് വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ? വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ഇരുന്ന് കുടിക്കണം. ഇവിടെ വെള്ളം ഇരുന്ന് കുടിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈവക്കിയേ? വെള്ളം ഇരുന്ന് മാത്രമേ കുടിക്കാവൂ. ഒരു തുള്ളിയാണെങ്കിൽ പോലും വെള്ളം ഇരുന്ന് മാത്രമേ കുടിക്കാവൂ. നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഈ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കുടിക്കാറുണ്ട് ചായ. വെള്ളം ഇരുന്ന് കുടിക്കണം, ഒരു തുള്ളിയാണെങ്കിൽ പോലും. അതൊരു ശീലമായി മാറണം. പല സഹോദരിമാരും പറയാറുണ്ട് അടുക്കളയിൽ വളരെ തിരക്കാണ്, അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കുടിച്ചിട്ടങ്ങ് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് കുടിച്ചിട്ട് പോയാൽ കൂടുതൽ കാലം കിടക്കേണ്ടി വരും, ഇല്ലേ? അതുകൊണ്ട് അവിടെ ഇരുന്ന് അടുക്കളയിൽ 1 മിനിറ്റ് ഇരുന്ന് വെള്ളം പതുക്കെ പതുക്കെ കുടിക്കണം.
വെള്ളം പതുക്കെ പതുക്കെ കുടിക്കണം എന്ന് പറയുന്നത് വെള്ളം പടപടാ കുടിക്കരുത്. വെള്ളം കുടിക്കുന്നത് വളരെ വളരെ പതുക്കെ കുടിക്കണം. സിപ്പ് ചെയ്ത് കുടിക്കണം എന്ന് പറഞ്ഞ മാതിരി വളരെ പതുക്കെ പതുക്കെ കുടിക്കണം. വെള്ളം മടപടാ കുടിച്ചാലുണ്ടാകുന്നത് കുത്തൊഴുക്കുണ്ടായി അത് കിഡ്നി രോഗം ഉണ്ടാക്കും. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് വളരെ പതുക്കെ പതുക്കെ കുടിക്കണം. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് നല്ല തണുത്ത വെള്ളം എടുത്ത് ചെന്ന് നേരെ ഒരു കുപ്പി വെള്ളം എടുത്ത് നിന്ന് അങ്ങ് കുടിച്ചു, അപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളം നേരെ കുടിക്കരുത്. ഏറ്റവും വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു രീതിയാണ്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന് ചെറിയ ചൂടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ, ചെറിയ റൂം ടെമ്പറേച്ചറെങ്കിലും വേണം. തണുത്ത വെള്ളം കുടിക്കാൻ ശീലിക്കരുത്. തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കാൻ ശീലിക്കരുത്. ഇല്ലേ പല്ലിൽ നിന്നിങ്ങനെ ഫ്രിഡ്ജിൽ തുറന്ന് കുപ്പിയിൽ വെള്ളം വെച്ചൊക്കെ അടുത്ത് നിന്ന് കുടിക്കും. അപ്പോൾ ഒരു വലിയ ആശ്വാസം തോന്നുന്നത് പോലെ അനുഭവപ്പെടും. പക്ഷേ ആ ആശ്വാസം നമുക്ക് ഉണ്ടാകുന്ന അപകടമാണ്. രാവിലെ ഉറക്കമെണീറ്റുടൻ തന്നെ പല്ല് തേക്കാതെ 1 ലിറ്റർ വെള്ളം നാം കുടിക്കാൻ ശീലിക്കണം. പല്ല് തേക്കാതെ, പല്ല് തേച്ചിട്ടല്ല, പല്ല് തേക്കാതെ അത് വെള്ളം ഇരുന്ന് കുടിക്കണം. അതെന്തൊക്കെ രോഗങ്ങൾ പ്രതിരോധിക്കാൻ പറ്റും? ഈ പറഞ്ഞ പ്രമേഹം, പൊണ്ണത്തടി, പൈൽസ്, ഉദരരോഗങ്ങൾ പലതും ഈ വെള്ളം കുടിച്ചാൽ നമുക്ക് പ്രതിരോധിക്കാനാവും. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല. ജപ്പാനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ലോകപ്രശസ്തമായ തെറാപ്പിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ ജപ്പാനീസ് വാട്ടർ തെറാപ്പി സെർച്ച് ചെയ്താൽ കിട്ടും. ജപ്പാൻ കുടിവെള്ള പദ്ധതിയല്ല ജപ്പാനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ജപ്പാനീസ് വാട്ടർ തെറാപ്പി പല്ല് തേക്കാതെ വെള്ളം കുടിക്കണം. പല്ല് തേക്കാതെ കുടിക്കുന്നത് എന്തിനാ വേണ്ടിയാ? നമ്മുടെ സലൈവയാണ് നമുക്ക് പ്രതിരോധമായി മാറേണ്ടത്. നമ്മുടെ സ്വന്തം സലൈവ, സ്വന്തം സലൈവ പ്രതിരോധിക്കാൻ കഴിയുന്ന നിലയിൽ ആ സലൈവയെ നാം ഉപയോഗിക്കണം. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് പല്ല് തേക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ എന്തും ആഹാരം കഴിക്കാം. അല്ല, പല്ല് തേക്കുന്നതിന് പല്ല് തേക്കാം. 45 മിനിറ്റിന് ശേഷമേ മറ്റെന്തെങ്കിലും ആഹാരം കഴിക്കാവൂ. എല്ലാവരും അതിരാവിലെ എണീക്കുമല്ലോ. അപ്പോൾ അതൊരു ശീലമാക്കണം. വെള്ളം കുടിക്കുന്നത്, ആ വെള്ളം കുടിക്കുന്നത് വെള്ളം ഇരുന്നേ കുടിക്കുക. വെള്ളം പതുക്കെ പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്. പലരും ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കും. ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൈജഷനെ, ദഹനത്തെ പ്രതികൂലമായി ബാധിക്കും. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക, 1 മണിക്കൂർ ശേഷവും വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ഒരു വലിയ ഡബ്ബ വെള്ളം എടുത്തു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഒഴിവാക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ അങ്ങനെ ശീലിപ്പിച്ചു തുടങ്ങണം. വെള്ളം കുടിക്കാതിരിക്കുവാനും വെള്ളം കുടിക്കുവാനും. ഒന്ന് വെള്ളം കുടിക്കുവാൻ, മറ്റൊന്ന് വെള്ളം കുടിക്കാതിരിക്കാൻ. ഇതൊരു പ്രധാന ശീലമാക്കി മാറ്റണം. ഇത് ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റിയാൽ നമുക്ക് ഡയാലിസിസിനെ പ്രതിരോധിക്കാനാവും. നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്ന കിഡ്നി രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനാവും. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിങ്ങൾ പ്രമുഖരായ സാമൂഹ്യ നേതാക്കളാണ്, പ്രമുഖരായ വിദ്യാഭ്യാസ പ്രവർത്തകരാണ്, പ്രമുഖരായ പരിഷ്കരണ രംഗങ്ങളിൽ ഏർപ്പെടുന്ന പ്രധാനികളാണ്. നിങ്ങളുടെയൊക്കെ നാവ് കൊണ്ട്, നിങ്ങളുടെ ഒക്കെ പ്രവർത്തനം കൊണ്ട് ഒരു മെസ്സേജ് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വളരെ വലിയ ഗുണമായിരിക്കും എന്ന് കരുതുകയാണ്. ഭാരതീയ സമാജ് ഈ നിലയിലുള്ള ആശയപ്രചരണം നടത്തുവാൻ അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനം രോഗമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന
ജീവിതശൈലി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രോഗങ്ങളും നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ. നമുക്കറിയാലോ, ജങ്ക് ഫുഡ്, ഗുഡ് ഫുഡും ഉണ്ട്. ജങ്ക് ഫുഡ് റോഡ് നിറച്ച് ജങ്ക് ഫുഡാണ്. മന്തി, ഗിന്തി, കുന്തി എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുക. എന്തൊക്കെ റോഡിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത്? ചപ്പ് ചവറുകൾ വാങ്ങിച്ച് കഴിച്ച് പലവിധ രോഗങ്ങളാണ് വരുന്നത്. പലവിധ രോഗങ്ങൾ. ആ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന നിലയിൽ, ജങ്ക് ഫുഡ് പ്രതിരോധിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ വളർച്ച ഉണ്ടാക്കിയെടുക്കണം. ആരോഗ്യമുള്ള ജനതയായി നമ്മുടെ സമൂഹം മാറുവാൻ കഴിയുന്ന പ്രവർത്തനം, നമ്മെക്കൊണ്ട് കഴിയുന്ന ചെറിയ കാര്യമാണെങ്കിൽ ചെറിയ കാര്യം ചെയ്യിക്കുവാൻ കഴിയണം. അതുപോലെ ജങ്ക് ക്ലോത്ത് ഒരു വലിയ പ്രശ്നമാണ്. ജങ്ക് ക്ലോത്തും ഗുഡ് ക്ലോത്തുമുണ്ട്. ജങ്ക് ക്ലോത്ത് ഇതേപോലെ തന്നെ പല മൾട്ടിനാഷണൽ കമ്പനികളും റോഡിലൊക്കെ വലിയ ഷോറൂമുകൾ തുറന്ന് വളരെ വില കുറച്ച തുണിത്തരങ്ങൾ വിൽക്കുന്നു. 40-50 രൂപയ്ക്കൊക്കെയാണ് തുണിത്തരങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഈ തുണിത്തരങ്ങൾ അവർ ബൾക്ക് പർച്ചേസ് നടത്തുന്നത് എത്ര രൂപയ്ക്കാണ്? 10-15 രൂപയ്ക്കാണ്. ഈ 10-15 രൂപയ്ക്ക് കിട്ടുന്ന തുണി എങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും? കണ്ട ചപ്പ് ചവറുകൾ വാരിയിട്ട് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങളാണ്. ആ തുണിത്തരങ്ങൾ ധരിച്ച് നമ്മുടെ ആളുകൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാവും, പലവിധ രോഗങ്ങളുണ്ടാവും. കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നും. ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, 1 മാസം 2 മാസമൊക്കെ അതിടും. ഇപ്പം ജങ്ക് ക്ലോത്തിനെതിരെ നമുക്ക് ആശയപ്രചരണം നടത്തേണ്ടതുണ്ട്. ഗുഡ് ക്ലോത്ത്, നല്ല ക്ലോത്ത് ധരിക്കുവാൻ നാം തയ്യാറാകണം. അതാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച സ്വദേശി വസ്ത്ര വ്യാപാരത്തെക്കുറിച്ചുള്ള വലിയ ക്യാമ്പയിൻ നടന്നത്. കൈകൊണ്ടുണ്ടാക്കുന്ന പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന സംസ്കാരം. അതിന് രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ വളരെ വലിയ ഡിമാൻഡാണ്. ഗുഡ് ക്ലോത്തുകൾ ധരിക്കുവാൻ, നല്ല തുണിത്തരങ്ങൾ ധരിക്കുവാൻ നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കിട്ടുന്ന ചപ്പ് ചവറുകൾ കൊണ്ട് നിർമ്മിച്ച ജങ്ക് ക്ലോത്തുകൾ ധരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാറണം. ജങ്ക് ക്ലോത്തുകൾ ആകർഷകമായി തോന്നുമെങ്കിലും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ജങ്ക് ക്ലോത്തിനെതിരെയും ജങ്ക് ഫുഡിനെതിരെയും നാം ചിന്തിക്കുന്ന മാനസികാവസ്ഥ വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഭാരതീയ സമാജത്തിൻ്റെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ബഹുമാന്യരായ എല്ലാ ഭാരത് സേവക്കുകളെയും കേന്ദ്ര ഭാരതീയ സമാജത്തിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്. ശ്രീ കണ്ണമ്പ്രത്ത് പത്മനാഭൻ, പ്രൊഫസർ കെ വിജയകുമാർ, ശ്രീ ബിനുരാജ് കലാപീഠം, ശ്രീ സബീഷ് ബാല, ഡോക്ടർ ഫിറോസ്, ശ്രീമതി ശ്രീരഞ്ജിനി, ശ്രീ അശോകൻ ചേമഞ്ചേരി, ഡോക്ടർ എം ബാലാജി, ശ്രീ ജയൻ പെരുമ്പാവൂർ, ശ്രീ രാജീവ് കിളിക്കൂട്,
ഷാജി പൊയിൽക്കാവ്, ശ്രീ പനവൂർ സഫീർ ഖാൻ മന്നാനി, ശ്രീ സെബി ചിരിയങ്കണ്ടത്ത്, ശ്രീ പി കെ അബ്ദുൽ ജബ്ബാർ, ശ്രീ എസ് ബിജു, ശ്രീമതി ലത അനൂപ്, ശ്രീ രാജേഷ് കണ്ണൻ, ശ്രീമതി ഖുറൈഷി എം, ശ്രീമതി നാട്യശ്രീ ജമ ബാബു, ശ്രീ രോഹിത് എസ് രോഹിത്, ശ്രീമതി ഗിരി കെ എസ്, ശ്രീമതി ലതിക വിജയകുമാർ, കലാമണ്ഡലം സുപ്രിയ ഹരി, ശ്രീമതി പ്രീത കുമാർ കെ എസ്, ശ്രീമതി സന്ധ്യ പി പി, ശ്രീ പി കെ രാമചന്ദ്രൻ, ശ്രീമതി സുനീലി, ശ്രീ അനിൽ പരുത്തിക്കുഴി, ശ്രീ രാജേന്ദ്രൻ വീരണക്കാവ്, ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ പി എസ് ബാലചന്ദ്രൻ അവർകൾ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർകൾ, ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഭാരത് സേവക് സമാജിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരം സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ പി എസ് ബാലചന്ദ്രൻ അവരുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഭാരത് സേവക് സമാജ് ന്യൂഡൽഹി രാജ്യത്ത് വ്യത്യസ്ത മേഖലകളിൽ ദേശീയ വികസനത്തെ ആസ്പദമാക്കിക്കൊണ്ട് നൽകി വരുന്ന അഭിമാനകരമായ ഈ പുരസ്കാരം ഇവിടെ ആദരവോടുകൂടിയും വളരെ സന്തോഷത്തോടുകൂടിയും സ്വീകരിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ച ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ പി എസ് ബാലചന്ദ്രൻ അവർക്ക് BSSൻ്റെയും ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ എന്ന നിലയ്ക്കും എൻ്റെ ഹൃദ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. BSSൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാറിന് BSSൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ, BSSൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ശ്രീമതി സിന്ധു മധു എന്നിവർക്കും ഇവിടെ ഈ അവാർഡ് സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ जनगणमन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव
शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।